ഇമാം മഹ്ദി വരുന്ന കാലത്തെക്കുറിച്ച് ഉബശ്ശിറുകും ബിൽ മഹ്ദി, ഇമാം മഹ്ദി വരുമെന്ന് ഞാൻ നിങ്ങൾക്ക് സന്തോഷവാർത്ത അറിയിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യുബഅസുൽ മഹ്ദിയു അലാ ഇഖ്തിലാഫിൻ മിനൻ നാസ് വസൽസാൽ فيملأ الأرض قسطا وعدلا كما ملئت ظلما وجورا ويرضى عنه ساكن السماء وساكن الأرض ويقسم المال صحاحا. നബി തങ്ങൾ പറഞ്ഞ ഹദീസ്, ഞാനിതാ നിങ്ങൾക്ക് സന്തോഷവാർത്ത തരുന്നു, ഇമാം മഹ്ദി വരും. നിങ്ങളെ ഏറ്റെടുക്കാൻ ഈ ഉമ്മത്തിന് നീതി നഷ്ടപ്പെടുമ്പോൾ, ഈ ഉമ്മത്തിനെതിരെ ശത്രുക്കൾ കൈനീട്ടുമ്പോൾ, ഈ ഉമ്മത്തിനെ സഹായിക്കാൻ ആരുമില്ലാതെ വരുമ്പോൾ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് സഹായമായി ഇമാം മഹ്ദി നിങ്ങൾക്ക് വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യുസ്ലിഹുല്ലാഹു ഫീ ലൈല, ഒരു രാത്രിയിലാണ് ഇമാം മഹ്ദിക്ക് അല്ലാഹു യോഗ്യത നൽകുന്നതെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സാധാരണക്കാരനെ പോലെ ഒരു സയ്യിദ് കുടുംബത്തിൽ ദമസ്കസിന്റെ ഭാഗത്ത് നിന്ന് ആസ്ഥാനമായി പ്രവർത്തിക്കാൻ പോകുന്ന ഇമാം മഹ്ദിയെ നബി തങ്ങൾ പരിചയപ്പെടുത്തി. അത് ഇമാം മഹ്ദിയാണെന്ന് ഇമാം മഹ്ദി പോലും അറിയുന്നത് ഒരു രാത്രി കൊണ്ടായിരിക്കും. യുസ്ലിഹുല്ലാഹു ഫീ ലൈല, ഒരു രാത്രിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാന് യോഗ്യത നൽകുന്നത്, പവർ നൽകുന്നത്. ആ മഹാന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയും, മഹാനായ ഇബ്നു കസീർ എന്നവർ അതിന് കൊടുത്ത മനോഹരമായ ഒരു അർത്ഥമുണ്ട്. യുഹയ്യിഉഹുല്ലാഹു അസ്സ വജല്ല, അല്ലാഹു തആല ആ മഹാനെ യോഗ്യനാക്കും ലിൽ ഖിലാഫ, ഈ ഖിലാഫത്തിന് യോഗ്യനാക്കും, ഉമ്മത്തിന്റെ ഭരണം ഏറ്റെടുക്കാൻ യോഗ്യനാക്കും. ഫി അയ്യാമിൽ ഫിതനി വൽ മലാഹിമിൽ അഖീറ, ലോകത്ത് നടക്കാൻ പോകുന്ന ലോക മഹായുദ്ധങ്ങൾ ഇനിയും വരാനുണ്ട്. അൽ മലാഹിം എന്നാണ് ഇതിനെപ്പറ്റി പറയാം. മലാഹിം ഭീകരമായ വിപത്തുകൾ ഉണ്ടാകുന്ന യുദ്ധങ്ങൾ ഇനി വരാനുണ്ട്. ഇമാം മഹ്ദിയുടെ കാലഘട്ടത്തിൽ യുദ്ധങ്ങൾ ഒരുപാട് നടക്കാനുണ്ട്. നബിതങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ അതിലെല്ലാം ഇമാം മഹ്ദിയുടെ സൈന്യത്തിനാണ് അല്ലാഹു തആല വിജയം നൽകുന്നത്. ഇമാം മഹ്ദിയെ അല്ലാഹു തആല ഖിലാഫത്തിന് യോഗ്യനാക്കുകയാണ്. യുതഹിറുഹുല്ലാഹു മിൻ കുല്ലി ദംബിൻ വഖുബ്സിൻ, പാപം മഹാനെ ശുദ്ധിയാക്കുന്നു. ഇമാം മഹ്ദി നബിയല്ല, മഹായുഗ പുരുഷനാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തിൽ വരുന്ന ആളാണ്. ഈ ഉമ്മത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കാൻ വരുന്ന ആളാണ്. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ബശ്ശിറുകും ബിൽ മഹ്ദി, ഞാൻ നിങ്ങൾക്ക് മഹ്ദിയെ സന്തോഷവാർത്ത അറിയിച്ചു തരുന്നു. യുബ്അസുൽ മഹ്ദിയു, ഇമാം മഹ്ദി കടന്നു വരുന്നത് അലാ ഇഖ്തിലാഫിൻ മിനൻ നാസ്, ജനങ്ങൾക്ക് വിഭിന്നമായ അഭിപ്രായങ്ങൾ, വിഭിന്നമായ സംഘടനകൾ, വിഭിന്നമായ നിലപാടുകളുള്ള കാലം. വസൽസാൽ, ലോകത്ത് ഭൂകമ്പങ്ങൾ വർദ്ധിക്കുന്ന കാലത്താണ് വരുന്നത്. അല്ലാഹുവിന്റെ ഭൂമിയെ നീതി കൊണ്ട് നിറക്കും ആ മഹാൻ. ഭൂമിയൊന്നാകെ അക്രമം കൊണ്ടും. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു എന്ന് ഉദ്ധരിക്കുന്ന ഇമാം അബൂ ദാവൂദ്, അഹ്മദ് എന്നിവരൊക്കെ ഉദ്ധരിച്ചിട്ടുള്ള സ്വഹീഹായ ഹദീസ്, ഇംറാനു ബൈത്തുൽ മുഖദ്ദസ് ഖറാബു യസ്രിബ്, ബൈത്തുൽ മുഖദ്ദസ് പരിശുദ്ധമായ അഖ്സ പള്ളിയുള്ള സ്ഥലം, ബൈത്തുൽ മുഖദ്ദസ്. ഞാൻ ആ പള്ളി കണ്ടു, അവിടെ ഒരു ജുമുഅക്ക് നിസ്കരിച്ചു, അവസരം ഉണ്ടായി, അൽഹംദുലില്ലാഹ്. ആ പള്ളി ഇന്ന് ജൂതന്മാരുടെ കയ്യിലാണ്. അങ്ങോട്ട് ജുമുഅക്ക് കടക്കണമെങ്കിൽ തന്നെ ആ നാട്ടുകാരായ മുസ്ലിമീങ്ങളായ ആളുകൾ എബവ് 60, 60 മുകളിലുള്ള ആൾക്കാരെ ആ നാട്ടുകാരങ്ങോട്ട് കടത്തിവിടും. വിദേശികളായ ഫലസ്തീൻകാരല്ലാത്ത അറബികളാണെങ്കിൽ മിനിമം 40 വയസ്സ് കഴിയണം അങ്ങോട്ട് കിടക്കണമെങ്കിൽ. നമ്മുടെ ഇന്ത്യക്കാർക്കൊക്കെ അങ്ങനെ ഒരു റാഹത്ത്. ഇന്ത്യൻ പാസ്പോർട്ടിന്റെ വില എപ്പോഴാണ് മനസ്സിലായത്. നമുക്ക് ചെറുപ്പക്കാർക്കും വലിയവർക്കൊക്കെ പോകാൻ പറ്റും. ഹോളി ടൂറൊക്കെ, ഹോളി ലാൻഡ് ടൂറൊക്കെ സംഘടിപ്പിക്കാറുണ്ട്. നമ്മുടെ ബക്കറ്റ് വരുന്നുണ്ട് അല്ലേ, വേഗം പോട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എൻ്റെ അടുത്ത് അബു എൻ്റെ അടുത്തതാ, നമ്മളെ സ്വന്തം ആളാ, അവിടെ വാങ്ങിക്കോളി. ഞങ്ങൾ തമ്മിലുള്ള കണക്ക് ശരിയാക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖബ്ബലല്ലാഹ്. പിന്നെ വലിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ കാര്യം ഇപ്പം മുബാറക് ഹസനാജിക്ക് എനിക്ക് അരമണിക്കൂർ വേദ പറഞ്ഞു തന്നു. അതിൻ്റെ അവസ്ഥ എന്താണ് കേട്ടിട്ട് വലിയ ബേജാറുണ്ട്. പക്ഷെ എനിക്ക് ബേജാറെന്ന് തോന്നുന്നില്ല, എന്തായാലും വിജയിക്കും തന്നെ തോന്നുന്നുണ്ട്. ദിൽഷാദ് ഒന്നുമില്ലല്ലോ, കബീർ വൈസി ഒരു ബേജാറില്ല. പക്ഷെ ഹസനാജിക്ക് ഇത് മുബാറക് ഹാജി പറയണത് ഈ പരിപാടി കഴിയുമ്പോൾ 30 റൂം കിട്ടണം എന്നാണ്.
അത് ആയിക്കോട്ടെ, സാരല്ല, ഇൻഷാ അല്ലാ. അപ്പോൾ നമ്മളെ ഫ്രൂട്ട് ആൻഡ് ഉച്ചയ്ക്ക് ഇവിടെ ഇരിക്കുന്നുണ്ട്. കുറേ ആളുകൾ, പ്രഗത്ഭരായ ആളുകൾ, നമ്മുടെ നാട്ടുകാരായ തായൽ കുടുംബം മൊത്തം ഒരുപാട് ആളുകൾ, നമ്മുടെ സുഹൃത്തുക്കളൊക്കെ, നമ്മുടെ പരിസരത്തുള്ള ഞാൻ അറിയുന്നവരും അറിയാത്തവരൊക്കെ ഒന്ന് ആഞ്ഞു പിടിച്ചാൽ സെക്രട്ടറി അൽഹംദുലില്ലാ, അല്ലാഹു തആല ബറക്കത്ത് ചെയ്യട്ടെ. അപ്പോൾ നമ്മളെ കൊണ്ട് സാധിക്കും ഖിയാമത്ത് നാൾ വരെ നമ്മുടെ ഈ പള്ളി നിലനിൽക്കുമ്പോൾ അതിൻ്റെ വരുമാനത്തിലേക്ക് വരുന്ന ഓരോ അംശത്തിലും നമ്മുടെ ഖബറിലേക്ക് അതിൻ്റെ പ്രതിഫലം ഉണ്ടാവും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അവസരം ഇന്ന് ചെയ്തു, നാളെ നമ്മൾ നേരം വെക്കുമ്പോൾ മരിച്ചുപോയി, ഒന്നും പറയാൻ പറ്റില്ല. മരിക്കാൻ കിടക്കുമ്പോൾ റൂഹ് പിടിക്കാൻ വേണ്ടി വരുമ്പോൾ എന്താ പറയാന്നറിയോ? റബ്ബി ലൗല അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്സദ്ദഖ. പടച്ചോനെ, ഞാൻ എന്തെങ്കിലുമൊക്കെ പള്ളിയിൽ കൊടുക്കാന്നൊക്കെ വിചാരിച്ചു, നാളെ കൊടുക്കാൻ നേരം കിട്ടിയില്ല റബ്ബേ, ഞാനതാ സെക്രട്ടറിയോടൊന്ന് പറഞ്ഞോട്ടെ, അതിനൊരു സമയം എന്താ റബ്ബേ, ഇപ്പം പിടിക്കല്ലേ, ഇതാ ഫഅസ്സദ്ദഖ, ഞാൻ കൊടുത്തോളാം, സമയം കഴിഞ്ഞു എന്ന് പറയുന്നു. അപ്പം അങ്ങനെ ആലോചിച്ചിരിക്കേണ്ട, വല്ലാണ്ട് ആലോചിച്ച ഇബ്ലീസ് തലയിൽ കയറും, അത് നിനക്കെന്നെ എടുത്താൽ പോരെ എന്ന് ചോദിക്കും. അതാണ്. അപ്പോൾ നന്മ വരുമ്പോൾ പെട്ടെന്ന് ഖൈറുൽ ഉമൂരി അജലുഹു എന്നാ പറയാം, ഏറ്റവും നല്ല നന്മകൾ പെട്ടെന്ന് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് വിഷയത്തിലേക്ക് നിങ്ങളുടെയൊക്കെ ശ്രദ്ധയുണ്ടാവണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഇംറാനു ബൈത്തുൽ മുഖദ്ദസ്, ബൈത്തുൽ മുഖദ്ദസിന്റെ പരിപാലനം, ബൈത്തുൽ മുഖദ്ദസ് മുസ്ലിമീങ്ങളുടെ അധികാരത്തിലേക്ക് വരുന്ന ഒരു കാലഘട്ടം ഇതുവരെ വന്നിട്ടില്ല. ഉമർ തങ്ങളുടെ കാലത്ത് കുറച്ചു നേരം കിട്ടി, പിന്നെ തിരിച്ചുപോയി. അതിനുശേഷം സലാഹുദ്ദീൻ അയ്യൂബിയുടെ, നൂറുദ്ദീൻ സംഘിയുടെ കാലത്തിന് ശേഷം സലാഹുദ്ദീൻ അയ്യൂബി അത് മുസ്ലിമീങ്ങൾക്ക് തിരിച്ചു പിടിച്ചു, വീണ്ടും നഷ്ടമായി, ഇപ്പോഴും നഷ്ടമായിരിക്കുകയാണ്. ഇംറാൻ ബൈത്തുൽ മുഖദ്ദസ്, ബൈത്തുൽ മുഖദ്ദസ് മുസ്ലിമീങ്ങളുടെ കയ്യിലേക്ക് തിരിച്ചു വരുന്ന ഒരു കാലം. ഖറാബു യഥ്രിബ്, അന്ന് മദീനയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മദീന അന്ന് നാശമാവും അത്രേ, മദീനയിൽ അന്ന് പ്രശ്നങ്ങൾ ഉണ്ടാവും. ബൈത്തുൽ മുഖദ്ദസിന്റെ പ്രശ്നം തീർന്നാൽ, നമ്മുടെ ഫലസ്തീൻ ഇഷ്യൂ എന്നൊക്കെ പറയില്ലേ, ലോക മുസ്ലിമീങ്ങൾ, ഹറമിലെ ഇമാമുമാർ നിരന്തരം ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫലസ്തീൻ വിഷയം, നമ്മളത് പലതും പറയും. ചിലരൊക്കെ പറയും ഫലസ്തീനയുടെ സ്വഭാവം കണ്ട അവരുടെ നാട്ടിൽ അത് ഉണ്ടാവും എന്നൊക്കെ പറയും. അങ്ങനെയൊന്നും പറഞ്ഞേക്കണ്ട, അള്ളാഹുവിന്റെ ചില തീരുമാനങ്ങളാണ്. അർളു ഷാം, ഇതൊക്കെ ഷാം എന്ന് പറഞ്ഞ പ്രദേശമാണ്. ഫസാദു ഷാമി ഫസാദു ദുനിയ, ഷാമിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ലോക രാജ്യങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണമാവും എന്ന് നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഷാം എന്ന് പറഞ്ഞാൽ സിറിയ, ജോർഡാൻ, ലബനാൻ, ഫലസ്തീൻ, ഈ രാജ്യങ്ങൾ കൂടുന്ന പ്രദേശമാണ് നബി തങ്ങൾ പറയുന്ന ഷാം. അവിടെ പ്രശ്നമുണ്ടോ, അത് ലോക പ്രശ്നങ്ങൾക്ക് കാരണമാണ്, അത് ആഗോള ഗ്ലോബൽ ഇഷ്യൂസ് അതിന്റെ പിന്നിൽ ഉണ്ടാകുമെന്നാണ്. നമ്മളിപ്പോ കരണ്ട്, അതിന്റെ രാഷ്ട്രീയ നീക്കുപോക്കുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് നബി തങ്ങൾ പറയാൻ, ഇംറാനു ബൈത്തുൽ മുഖദ്ദസ് ഖറാബു യഥ്രിബ്, ബൈത്തുൽ മുഖദ്ദസിന്റെ പരിപാലനം മുസ്ലിമീങ്ങളുടെ കയ്യിലേക്ക് വരുന്നത്, ബൈത്തുൽ മുഖദ്ദസ് മുസ്ലിമീങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നത്, ബൈത്തുൽ മുഖദ്ദസിന്റെ പരിപാലനം മുസ്ലിമീങ്ങൾ ഏറ്റെടുക്കുന്നത്, ആ പരിശുദ്ധമായ പള്ളി, നബി തങ്ങളുടെ മിഅ്റാജ് നടന്ന പള്ളി എവിടെയാണ്? മിഅ്റാജിന് ബുറാക്കിന് കെട്ടിയിട്ട പാറയുടെ അടയാളം ഇപ്പോഴും അവിടെ കാണാൻ കഴിയും. വലിയൊരു അത്ഭുതമുള്ള പ്രദേശമാണ്. ബുറാക്കിന് കെട്ടിയിട്ട സ്ഥലേ ഇപ്പോഴവിടെ ഉണ്ട്. നിബിതങ്ങൾ നിസ്കരിച്ച സ്ഥലം അവിടെയുണ്ട്. മസ്ജിദുൽ അഖ്സായുടെ തൊട്ടുമുറ്റത്തുള്ള ആ ഒരു ഡോം ഓഫ് റോക്ക്, ഖുബ്ബത്തു സഖ്റ എന്ന് പറയുന്ന പള്ളി, അതിൻ്റെ ഉള്ളിൽ, അതിൻ്റെ പാറയിൽ നബി നിസ്കരിച്ച സ്ഥലമുണ്ട്. എല്ലാം കിടക്കാൻ പുണ്യമായ സ്ഥലം. അവിടം ശരിയായാൽ മദീന പ്രശ്നമാവും. ഖറാബു യഥ്രിബ, അത് മദീനയുടെ പ്രശ്നങ്ങൾക്ക് കാരണമാകും. വഖറാബു യഥ്രിബ ഖുറൂജുൽ മൽഹമ, മദീനയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാകുന്ന വലിയ യുദ്ധങ്ങളുടെ കാരണമാണ്. വഖുറൂജുൽ മൽഹമ, അങ്ങനെ ഒരു വലിയ രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാകുന്ന, യുദ്ധങ്ങൾ ഉണ്ടാകുന്നത് ഫത്ഹുൽ ഖുസ്തൻതീനിയ, കോൺസ്റ്റാന്റിനോപ്പിളിന്റെ വിജയത്തിന് കാരണമാണ്. വഫത്ഹുൽ ഖുസ്തൻതീനിയ, കോൺസ്റ്റാന്റിനോപ്പിളിന്റെ വിജയം. ഖുറൂജുദ് ദജ്ജാൽ, ദജ്ജാൽ വരാനുള്ള കാരണം അതായിരിക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് കോൺസ്റ്റാന്റിനോപ്പിളിനെതിരിൽ ഒരു യുദ്ധമുണ്ട് ഇമാം മഹ്ദിയുടെ കാലത്ത്. വിശദമായിട്ട് വഴിയെ പറയുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. മറ്റൊരു ഹദീസിൽ നബി തങ്ങൾ പറയുന്നു, ലാ തഖൂമുസ്സാഅ, അന്ത്യനാൾ സംഭവിക്കുന്നതിന്റെ മുമ്പ് നിങ്ങൾക്ക് കാണാം, ഹത്താ യുഖാതിലൽ മുസ്ലിമൂനൽ യഹൂദ്, മുസ്ലിമീങ്ങളും ജൂതന്മാരും തമ്മിൽ പ്രശ്നമുണ്ടാവും, യുദ്ധമുണ്ടാവും. ഫയഖ്തുലുഹുമുൽ മുസ്ലിമൂൻ, മുസ്ലിമീങ്ങൾ അവരെ വകവരുത്തും. ഹത്താ യഖ്തബിഅൽ യഹൂദു വറാഅൽ ഹജ്രി വശജർ, അങ്ങനെ ജൂതന്മാർ ചെടികളുടെയും വൃക്ഷങ്ങളുടെയും
കല്ലുകളുടെയും പിന്നിൽ പോയി മറഞ്ഞിരിക്കും. ഫയഖൂലുൽ ഹജറു വശജർ, കല്ലും വൃക്ഷവും സംസാരിക്കും. യാ മുസ്ലിമു, ഏ മുസ്ലിമേ, യാ അബ്ദല്ലാഹ്, അല്ലാഹുവിന്റെ ദാസനെ, ഹാദാ യഹൂദിയുൻ ഖൽഫി, ദാ ഒരു ജൂതനോട് വിളിച്ചിരിക്കുന്നുണ്ട്, തആല ഫഖ്തുൽഹു, നീ വന്നവനെ വകവരുത്തുക എന്ന് എല്ലാ വൃക്ഷങ്ങളും വിളിച്ചു പറയും. ഇല്ലൽ ഗർഖദ്, ഗർഖദ് എന്ന് പറയുന്ന ഒരു വൃക്ഷം, ഓർക്കിഡ് എന്നല്ല, അത് ഗർഖദ്, ഗർഖദ് തന്നെയാണ്. ഗർഖദ് എന്ന് പറയുന്നൊരു വൃക്ഷം ഒഴികെ ഫഇന്നഹു മിൻ ഷജറിൽ യഹൂദ്, അത് ജൂതന്മാരുടെ വൃക്ഷമാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫലസ്തീനിൽ ടൂർ പോയാൽ ഇസ്രായേലിന്റെ ഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഗൈഡുമാരോടൊന്ന് ചോദിച്ചു നോക്കുക, ഈ ഗർഖദ് വൃക്ഷം എവിടെയാണെന്ന്. അവർ ഞങ്ങൾക്ക് കാണിച്ചു തന്നു അതിന്റെ സാമ്പിള്. അപ്പൊ മില്യൺ കണക്കിന് ഗർഖദ് വൃക്ഷങ്ങൾ ഇന്നവിടെ നട്ടുപിടിപ്പിച്ചിരിക്കുകയാണ്, മില്യൺ കണക്കിന്. എന്തായാലും അത്ഭുതം എന്നറിയോ, അവർക്കറിയാം നമ്മുടെ നബി പറഞ്ഞത് സത്യമാണെന്ന്. ഗർഖദ് വൃക്ഷമേ അവരെ സഹായിക്കാനുണ്ടാകൂ എന്ന് ഇന്നത്തെ ജൂതന്മാർ, ടെൽ അവീവ് എന്ന് പറയുന്ന ഇസ്രയേലിന്റെ തലസ്ഥാന നഗരിയിൽ, ആ ഭാഗങ്ങളിൽ, ഇസ്രയേലിന്റെ ക്യാപിറ്റൽ അല്ലേ ടെൽ അവീവ് ആണോ? ധാരാളം ഗർഖദുകൾ അവർ നട്ട്, റോഡ് സൈഡ് മൊത്തം ഗർഖദ. ഗർഖദിന്റെ ആയിരക്കണക്കിന് പ്ലാന്റുകൾ. ഇസ്രയേലിന്റെ മാപ്പ് എടുത്താൽ, ഇസ്രയേലിന്റെ അതിന്റെ ഒരു ജിയോളജിക്കൽ മാപ്പ് എടുത്തു കഴിഞ്ഞാൽ മൊത്തത്തിൽ അവർ ഏരിയയാക്കി തിരിക്കും. മൗണ്ടൻസ് ഉള്ള ഭാഗം, പുഴയുള്ള ഭാഗം, കൃഷിയുള്ള ഭാഗം, ഗർഖദ് വൃക്ഷങ്ങളുള്ള ഭാഗം, പ്രത്യേകം വലിയൊരു ഏരിയ ഇന്ന് കാണാൻ കഴിയും നമുക്ക്. യാത്ര പോകുമ്പോൾ കാറ്റലോഗ് കിട്ടുമ്പോൾ നോക്കിയാൽ മതി, മാപ്പ്, ഇസ്രായേലിന്റെ മാപ്പ് കിട്ടുമ്പോൾ അതിൽ കാണും ഗർഖദ് വൃക്ഷം നട്ടുപിടിപ്പിച്ച ഭാഗം. ഇംഗ്ലീഷിൽ ഒരു മാർക്ക് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഏരിയ. ഖുർആൻ അവരെ പറ്റി പറഞ്ഞെന്താണെന്നറിയോ? അല്ലദീന ആതൈനാഹുമുൽ കിതാബ യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും വഇന്ന ഫരീഖൻ മിൻഹും ലയക്തുമൂനൽ ഹഖ്ഖ വഹും യഅലമൂൻ. നാം വേദം നൽകിയ ആളുകൾ, ജൂതന്മാരും ക്രിസ്ത്യാനികളും, യഅരിഫൂനഹു, ആ നബിയെ അവർക്കറിയാം, കമാ യഅരിഫൂന അബ്നാഅഹും, അവരുടെ സ്വന്തം മക്കളെ അവർ തിരിച്ചറിയുന്ന പോലെ എൻ്റെ റസൂൽ തന്നെയാണെന്ന് വേദം നൽകപ്പെട്ടവർക്കറിയാം. وإن فريقا منهم, അവരിൽ ഒരു വിഭാഗം ആളുകൾ ലയക്തുമൂനൽ ഹഖ്ഖ, സത്യം മൂടിവെക്കുകയാണ്. വഹും യഅലമൂൻ, അവർക്കതറിയാം. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ 146. അവർക്കറിയാം മൂടിവെക്കാൻ. എൻ്റെ നബിയെ സ്വന്തം മക്കളെ ഇതിന്റെ മോനാന്നറിയുന്ന പോലെ അവർക്ക് എൻ്റെ നബി, എൻ്റെ റസൂലാണെന്ന് മുഹമ്മദ് നബിയെ പറ്റി അവർക്കറിയാം. വേദം നൽകപ്പെട്ടവർക്ക് എൻ്റെ നബിയെ പറ്റി ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവർക്ക്. പക്ഷേ ആ നബി വന്നപ്പോൾ അവർ ഒളിച്ചു പിടിക്കാൻ, മറച്ചു വെക്കുക. അതുകൊണ്ട് ആ ഒരു സമയം രക്ഷപ്പെടാൻ വേണ്ടി ജൂതന്മാർ ഒരുപാട് വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മാത്രമേ വിളിച്ചു പറയാതിരിക്കുള്ളൂ, അത് ജൂതന്മാരുടെ മരമാണെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് മാത്രം വിളിച്ചു പറയൂല. ബാക്കി എല്ലാ മരങ്ങളും, ഈ ഇമാം മഹദി തങ്ങളുടെ കാലഘട്ടത്തിന്റെ ഒരു അവസ്ഥ പറയുന്നത് ഇന്നത്തെ മോഡേൺ വെപ്പൺസ് ഉപയോഗിക്കാൻ കഴിയില്ല എന്നാണ്. എന്താണ് അതിന്റെ കാരണം നമുക്കറിയില്ല. കാരണം ഹദീസിൽ വന്നത് മുഴുവനും പുരാതന കാലഘട്ടത്തിലെ ആയുധങ്ങളെ സംബന്ധിച്ചാണ്. അതിനെ സംബന്ധിച്ച് ഉലമാ പഠനം നടത്തിയിട്ടുണ്ട്. എന്തെങ്കിലും ഒരു വേൾഡ് വാർ ഉണ്ടാവുകയോ, ഒരു ആറ്റമിക് അറ്റാക്ക് ഉണ്ടാവുകയോ, ഒരു ന്യൂക്ലിയർ വാർ ഉണ്ടാവുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ടാങ്കുകളോ സാറ്റലൈറ്റ് സംവിധാനങ്ങളോ വാർ പ്ലെയിനുകളോ പോലും പറപ്പിക്കാൻ കഴിയാത്ത വിധം യുദ്ധങ്ങൾ പഴയ കാലങ്ങളിലേക്ക് തിരിച്ചു പോകുമെന്നാണ്. പഴയകാല ആയുധങ്ങൾ ഉപയോഗിക്കേണ്ട കാലം വരും. റൈഫിളുകളല്ല, അല്ലെങ്കിൽ സാറ്റലൈറ്റ് സംവിധാനങ്ങളാൽ, റഡാർ സംവിധാനങ്ങളാൽ കൺട്രോൾ ചെയ്യപ്പെടുന്ന വാർ പ്ലെയിനുകളോ അല്ലെങ്കിൽ യുദ്ധക്കപ്പലുകളോ ഒന്നും അന്ന് വർക്ക് ചെയ്യൂല. സുബ്ഹാനല്ലാഹ്. അന്ന് ഈ വൃക്ഷങ്ങൾ വിളിച്ചു പറയും. വൃക്ഷങ്ങൾ വിളിച്ചു പറയുന്നു പറയുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടരുത്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക്, ഹബീബിന്റെ മുമ്പിലേക്ക് വന്നു. ഒരു ജൂതൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അരികത്തേക്ക് വന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സാന്ദർഭികമായി ഒന്നുകൂടെ നമ്മുടെ വളണ്ടിയർമാർ റോഡ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു വാഹനവും എന്ത് ചെയ്യരുത്, ബ്ലോക്ക് ആവരുത്. ദൂരയാത്രങ്ങളിൽ കിലോമീറ്ററുകളോളം പോവേണ്ട യാത്രക്കാർ ഈ റോഡിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പം എന്ത് ചെയ്യുക, റോഡ് എല്ലാവരും മാറിക്കൊടുക്കണം. റോഡിലേക്ക് ഇമാത്തത്തുൽ അദാ അനി ത്വരീഖി സ്വദഖ, റോഡിൽ നിന്ന് മാറി നിന്ന് കൊടുത്താൽ സ്വദഖയുടെ കൂലി കിട്ടുന്നതാണ്. റോഡ് ആളുകൾക്ക് തടസ്സമില്ലാതാക്കി കൊടുത്താൽ സ്വദഖ ചെയ്ത കൂലി കിട്ടും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് വഴി തടസ്സം ഒരിക്കലും ഉണ്ടാവരുത്. ഒന്നുകൂടെ പറയാണ്,
ജാഅ റജുലുൻ യഹൂദിയുൻ ഇല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു ജൂതൻ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് വന്നു. അദ്ദേഹം വന്നത് നബിയോടൊരു കാര്യം പറയാനാ. നബിയെ, ഒരു ചെന്നായ എൻ്റെ ഒരു ആടിനെ പിടിക്കാൻ വേണ്ടി വന്നു. ഞാൻ ആടിൻ പച്ചത്തെ മേയ്ക്കുന്ന ആളാണ്. ചെന്നായ വന്നപ്പോ ഞാൻ ഓടിച്ചെന്ന് എൻ്റെ ആടിൻകുട്ടിയെ രക്ഷപ്പെടുത്തിയപ്പോ ആ ചെന്നായ എന്നോട് പറഞ്ഞു, തഖുദു മിന്നി റിസ്ഖൻ റസഖനീഹില്ലാഹ്, അള്ളാഹു എനിക്ക് കൊണ്ടുതന്ന ഒരു ഭക്ഷണം നീ എന്നിൽ നിന്ന് പിടിച്ചു മാറ്റാണോ എന്ന് ചെന്നായ മരുഭൂമിയിൽ എന്നോട് സംസാരിച്ചു. നബിയെ, ഞാൻ ആ അത്ഭുതം കേട്ട് വരാൻ. അപ്പോ ഞാൻ പറഞ്ഞു, ഇതെന്താ സംസാരിക്കുന്ന ചെന്നായ? ടോമാഞ്ചറി സംസാരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ കാർട്ടൂൺ ഫിഗേഴ്സ് കുട്ടികളുടെ ഐപാഡിൽ നിന്ന് സംസാരിക്കുന്ന പോലെ അല്ല, ഒറിജിനൽ ലൈവായിട്ട് സംസാരിക്കുകയാണ് ഈ മൃഗം. ആ ജൂതൻ ചോദിച്ചു, ചെന്നായ സംസാരിക്കപ്പെടച്ചോനെ, ഇതെന്താണ്? ഇതെന്ത് അത്ഭുതമാണ്? അപ്പോഴാണ് ചെന്നായുടെ മറുപടി, അതഅജബു മിൻ ദാലിക്, നിനക്ക് അത്ഭുതം തോന്നുന്നുണ്ടോ? അഅജബു മിൻഹു, ഇതിനേക്കാളും ഒരു അത്ഭുതം ഞാൻ പറഞ്ഞു തരാമെന്ന് ആട്ടിടയനായ ജൂതനോട് പറഞ്ഞ ഒരു കഥ സ്വഹീഹായ ഹദീസിൽ വന്നിട്ടുണ്ട്. ആ ചെന്നായ പറഞ്ഞു, റജുലുൻ ബൈനൻ നഖ്ലതൈൻ, അല്ലെങ്കിൽ റജുലുൻ ബൈനൽ ഹർറതൈൻ, ഈത്തപ്പനകളാൽ ചുറ്റപ്പെട്ട രണ്ട് മലകൾക്കിടയിലുള്ള പ്രദേശത്ത് ഒരാൾ വന്നിട്ടുണ്ട്. ആരാണത്? മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യുഖ്ബിറു, ആ പ്രവാചകൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹനായവൻ അല്ലാഹുവാണെന്ന് പറയുന്ന ഒരാൾ രണ്ട് മലകൾക്കിടയിലെ ഈത്തപ്പന തോട്ടങ്ങളുള്ള ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ട്. നീ അതൊന്ന് പോയിട്ട് കാണ്, ഞാൻ സംസാരിച്ചതല്ല അത്ഭുതം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളെ പറ്റി ആര്? ഈ ചെന്നായ പറഞ്ഞു, ഞാൻ സംസാരിച്ചതല്ല അത്ഭുതം, റസൂലുള്ളാഹി വന്നിട്ടുണ്ട്, അല്ലാഹുവിന്റെ റസൂൽ, അത് പോയി നോക്കടോ. യുഖ്ബിറു, നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്തൊക്കെ സംഭവിച്ചെന്നും എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നുണ്ടെന്നും ലോകത്തോട് പറയുന്ന ഒരു പ്രവാചകൻ ആ മദീനയിലുണ്ടോ, പോയി കാണ് എന്ന് ഷാമുകാരനായ മനുഷ്യനോട് പറഞ്ഞപ്പോ ആട്ടിൻപറ്റത്തെ കൂട്ടിലാക്കിയിട്ട് മദീനത്തേക്ക് നടന്നു വന്നതാണ്. നബി തങ്ങൾ അദ്ദേഹത്തെ പള്ളിക്ക് കൂട്ടിക്കൊണ്ടുപോയി സ്വഹാബത്തിനെ കാണിച്ചു കൊടുത്തു. സ്വഹാബികളോട് പറഞ്ഞു, കണ്ടോ, അദ്ദേഹം കണ്ടൊരു അത്ഭുതം നിങ്ങൾ കേട്ടോ? അദ്ദേഹം മുസ്ലിമാവുകയാണ്, കലിമ ചൊല്ലുകയാണ്. നബി തങ്ങൾ പറഞ്ഞു, ലാ തഖൂമുസ്സാഅഹ്, അന്ത്യനാൾ സംഭവിക്കുന്നതിന്റെ മുമ്പ് നിങ്ങൾക്ക് കാണാൻ കഴിയും, ഹത്താ തുകല്ലിമസ്സിബാഉൽ ഇൻസ, മൃഗങ്ങൾ വന്യജീവികൾ മനുഷ്യരോട് സംസാരിക്കുന്ന കാലം വരും. വയുകല്ലിമുർ റജുല ശിറാകുൻ അലിഹി, ചെരുപ്പിന്റെ വാറ് മനുഷ്യനോട് സംസാരിക്കുന്ന കാലം വരും. ഇതിപ്പോ തുടങ്ങിയെന്ന പുതിയൊരു ചെരുപ്പ് വന്നിട്ടുണ്ട്, കാലിന്റെ ഷൂവിൽ GPS വരുന്ന. ഒരു സ്ട്രീറ്റ് നടന്നു പോകുമ്പോ നോക്കിയാൽ മതി, റോഡ് ക്ലിയർ ആണോ അല്ലേ, മൊബൈൽ ഇങ്ങനെ പിടിച്ച് നടക്കണ്ട, ഷൂലേക്ക് നോക്കിയാൽ മനസ്സിലാവും. കാലിൽ ചെരുപ്പിന്റെ വാറിൽ GPS വരുന്ന ഒരു ഷൂ ഞാനത് കണ്ടു. അതിപ്പോ മാർക്കറ്റിൽ ഇനി വളരെ പബ്ലിക്കായിട്ട് വരാൻ പോവുകയാണ്, ഇറങ്ങിയിട്ടുണ്ട് സാധനം. ഈ ഹദീസിന്റെ പുലർച്ചെയാണ്. മനുഷ്യനോട് അവന്റെ ചെരുപ്പിന്റെ വാറ് സംസാരിക്കുന്ന കാലം വരും, മൃഗങ്ങൾ മനുഷ്യനോട് സംസാരിക്കും അന്ത്യനാളിന്റെ മുമ്പെന്ന് നബിയുനാ റസൂലുള്ളാഹ്. എന്നിട്ട് തങ്ങൾ പറഞ്ഞു, അന ഉസദ്ദിഖു ദാലിക വ അബൂബക്കറുൻ വ ഉമർ, എൻ്റെ അബൂബക്കറും ഉമറും ഞാനും അത് വിശ്വസിച്ചു എന്ന് നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ത്യനാളിനോട് അടുക്കുമ്പോൾ മൃഗം സംസാരിക്കും. എന്തിനാ നമ്മൾ അത്ഭുതപ്പെടുന്നത്? നമ്മുടെ TV സെറ്റ് എന്ന് പറഞ്ഞ സാധനം ഇരുമ്പല്ലേ അതിന്റെ അകത്തുള്ളത്, ചെമ്പല്ലേ? ആ സാധനം റിമോട്ട് കൊണ്ട് തൊടുമ്പോഴേക്ക് ശബ്ദം വരുന്നുണ്ടല്ലോ ഇരുമ്പിൽ നിന്ന്, ചിത്രം കാണുന്നില്ലേ? ഈ സംവിധാനം ജീവനില്ലാത്ത സാധനങ്ങളിൽ നമുക്ക് അല്ലാഹു കാണിച്ചു തരിക. എന്തിനെന്നറിയോ? ഇതിലും വലിയൊരു അത്ഭുതം വരുമ്പോൾ ഞെട്ടണ്ട, ഇതിലും വലുത് ചെയ്യാൻ കഴിവുള്ളവനാണ് അല്ലാഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യനാളിനോട് മുമ്പ് നടക്കുന്ന യുദ്ധങ്ങളിൽ ഇല്ലൽ ഗർഖദ എന്ന വൃക്ഷമൊഴികെ, ആ വൃക്ഷമൊഴികെ എല്ലാം സംസാരിക്കും. ആ വൃക്ഷം മാത്രം ജൂതന്മാർക്ക് ഒത്താശ ചെയ്യുന്ന വൃക്ഷമാണ്. ആ ജൂതന്മാർക്കെതിരെയുള്ള യുദ്ധത്തിൽ അല്ലാഹു മുസ്ലിമീങ്ങൾക്ക്, മുഅ്മിനീങ്ങൾക്ക് വിജയം നൽകുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ തഖൂമുസ്സാഅഹ്, അന്ത്യനാളിന്റെ മുമ്പ് ഹത്താ തുഖാതിലു ഖൗറൻ വകിർമാൻ, ഖൗസൻ വകിർമാൻ, ഖൗസും അതുപോലെ കിർമാൻ എന്ന് പറയുന്ന പ്രദേശം, നിങ്ങൾ അവിടേക്ക് ഇസ്ലാം കടന്നു ചെല്ലാതെ, അവിടേക്ക് ഒരു യുദ്ധം നടക്കാതെ അന്ത്യനാൾ നടക്കുകയില്ലെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഖൗസ് കിർമാൻ എന്ന് പറഞ്ഞ സ്ഥലം
അതിൻ്റെ പടിഞ്ഞാറ് ഭാഗം പേർഷ്യയാണ്, അതിൻ്റെ നോർത്ത് ഭാഗം റഷ്യയാണ്, അതിൻ്റെ സൗത്ത് പേർഷ്യൻ ഗൾഫാണ്. ആ പ്രദേശം അറബികൾക്ക് മുമ്പ് അറിയപ്പെട്ടിരുന്നത് ഖൗസ് കിർമാൻ എന്നാണ്. ഇന്ന് ആ രാജ്യത്തിന്റെ പേര് ചൈന അല്ലെങ്കിൽ റഷ്യ, ജപ്പാൻ, മംഗോളിയ. ഈ പ്രദേശങ്ങളാണ് ഖൗസ് കിർമാൻ എന്ന നബി തങ്ങൾ പറഞ്ഞ പ്രദേശം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടേക്കും ഒരു യുദ്ധം നടക്കുമെന്ന് നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മിനൽ ആജിം, അവർ അറബി സംസാരിക്കുന്നവരല്ല എന്നൊക്കെ നബി തങ്ങൾ അവരെ പറയാൻ പോവാൻ. ഹുംറൽ വുജൂഹ്, മുഖം ചമന്നവരാണ്. ഫുസ്തൽ ഉനൂഫ്, മൂക്ക് ചപ്പിയവരാണ്. സിഗാറുൽ അയുൻ, കണ്ണ് വളരെ ചെറുതാണ്. അവർ ഉറങ്ങാണോ കണ്ണ് നീച്ചിട്ടുണ്ടോ എന്ന് വരെ അറിയില്ല, അത്ര ചെറിയ കണ്ണുകളുള്ള മനുഷ്യന്മാർ. ഞങ്ങൾ പറയാം ചൈന ഭാഗത്തുള്ള ആളുകളുടെ മുഖരൂപമാണത്. കഅന്ന വുജൂഹഹുമുൽ മിജാനുൽ മുത്റഖ, അവരുടെ മുഖം കണ്ടാൽ യുദ്ധത്തിൽ തടുക്കാൻ വരുന്ന പരിച ഉണ്ടല്ലോ, പരിച പോലെ തോന്നും. അങ്ങനെ മുഖം ഒരു തിളങ്ങുന്ന ഒരു പരിച വെച്ച പോലെ, മുഖത്ത് വല്ലാണ്ട് കണ്ണിന്റെ കുഴിയില്ലാതെ മുഖം ഇങ്ങനെ ഒരു പരിച പോലെ തോന്നുന്ന ഒരു വിഭാഗം ആളുകൾ. അവരോട് ഒരു യുദ്ധം നടക്കാൻ പോകുന്നു ഇമാം മഹദിയുടെ കാലത്തെന്ന് മഹാനായ ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ നമുക്ക് സങ്കടകരമായ വസ്തുതകളായി നടക്കാൻ പോകുന്നത് നബി തങ്ങൾ പറയാണ്. എന്നാൽ അതിൽ ഈ ഉമ്മത്തിന് വിജയമുണ്ടെന്നാണ് നബി തങ്ങൾ പറയുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ രാജ്യത്തല്ല ഇതൊക്കെ നടക്കുന്നത്, വേറെ രാജ്യങ്ങളിലാണ്. പക്ഷേ ഇതിലൊക്കെ ഉമ്മത്തിന് പാഠങ്ങളുണ്ട്. ലാ തഖൂമുസ്സാഅ, നബി തങ്ങൾ പറയുന്നു അന്ത്യനാൾ നടക്കുന്നതിന്റെ മുമ്പ് ഹത്താ യുഖാതിലുൽ മുസ്ലിമൂന തുർക്ക്, മുസ്ലിമീങ്ങൾ തുർക്കികളോട് എന്ന് പറയുന്നില്ല, ഫാർ ഈസ്റ്റ് രാജ്യങ്ങളോട്, ചൈന, ജപ്പാൻ, മംഗോളിയ പോലെയുള്ള രാജ്യങ്ങളോട് അവരോട് യുദ്ധം നടക്കാതെ അന്ത്യനാളെ നടക്കുകയില്ല. വുജൂഹുഹും കൽമിജാനിൽ മുത്റഖ, അവരുടെ മുഖം കണ്ടാൽ ഒരു പരിച കമിഴ്ത്തി വെച്ച പോലെ തോന്നും. യൽബസൂന അശ്ശഅറ വയംശൂന ഫിശ്ശഅരി, അവരുടെ വസ്ത്രം മൃഗങ്ങളുടെ രോമങ്ങൾ കൊണ്ടുണ്ടാക്കുന്നതാണ്. അവർ ധരിക്കുന്ന ചെരുപ്പ് മൃഗങ്ങളുടെ രോമം കൊണ്ടുണ്ടാക്കുന്ന ചെരുപ്പുകളാണ്. ഫർ ഉപയോഗിച്ചുണ്ടാക്കുന്ന കുപ്പായം. തണുപ്പ് രാജ്യങ്ങളാണെന്ന് അർത്ഥം. അതിന്റെ അർത്ഥം അതാണ്, തണുപ്പ് രാജ്യങ്ങളാണ്. ചെരുപ്പും മൃഗത്തിന്റെ തോലുകൊണ്ട്, അവരുടെ വസ്ത്രവും മൃഗങ്ങളുടെ രോമം കൊണ്ടുണ്ടാക്കുന്ന ചെരുപ്പും മൃഗങ്ങളുടെ രോമം കൊണ്ടുണ്ടാക്കുന്ന വസ്ത്രവും ഉള്ള ഒരു വിഭാഗത്തോട് നിങ്ങൾക്ക് യുദ്ധം ചെയ്യേണ്ടി വരും ഇമാം മഹദിയുടെ കാലത്തെന്ന് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സിഗാറൽ അയുനി ഹുംറൽ വുജൂഹ്, മുഖം ചമന്നവരാണ്, കണ്ണ് ചെറിയവരാണ്. ദുൽഫുൽ ഉനൂഫ്, ചെറിയ മൂക്കാണ്, ആ മൂക്ക് തന്നെ ചപ്പിക്കിടക്കുന്നതാണ്. നിബിതങ്ങൾ കണ്ണുകൊണ്ട് കാണുന്ന പോലെ നിബിതങ്ങൾ അതിനെ വിശദീകരിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രധാനമായും നടക്കുന്ന 4 യുദ്ധങ്ങളെ സംബന്ധിച്ചാണ് ഇവിടെ പരാമർശം. നമ്മുടെ ബാക്കിയുള്ള സമയം അതിലേക്ക് മാറ്റിവെക്കുകയാണ്. ഇമാം മഹ്ദി തങ്ങൾ വരുമ്പോൾ നടക്കുന്ന അത്ഭുത ഇടപെടലുകൾ ഇങ്ങനെയാണ്. ഒന്ന്, ജസീറത്തുൽ അറബുമായുള്ള യുദ്ധം നടക്കും. തഗ്സുവന്ന ജസീറത്തുൽ അറബ് ഫയഫ്തഹുഹ അല്ലാഹ്, അല്ലാഹു നിങ്ങൾക്ക് വിജയം തരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 2, പേർഷ്യക്കാരുമായുള്ള യുദ്ധമാണ്. ഇറാൻ ആ രാജ്യം, അവിടെയുള്ള ഭരണ സംവിധാനത്തിനെതിരെ നടക്കുന്ന ലോക മുസ്ലിമീങ്ങളുടെ നേതാവ് മഹാനായ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിന്റെ കീഴിലുള്ള യുദ്ധമാണ്. 3ാമത്തേതാണ് അൽ മൽഹമത്തുൽ കുബ്ര. ഇതൊരു വിശദമായിട്ട് പറയേണ്ട സംഭവമാണ്, സമയം കിട്ടുമെന്നറിയില്ല. അൽ മൽഹമത്തുൽ കുബ്ര, അതാണ് നമ്മൾ വേൾഡ് വാർ എന്നൊക്കെ എന്ന് പറയാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു യുദ്ധം നടക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളുടെ ഹദീസാണ് നമ്മൾ പറയുന്നത്, പത്രവാർത്തയല്ല, ഇത് ഹദീസാണ്. നബി തങ്ങൾ പറയാൻ ഇന്നതൊക്കെ നടക്കാൻ പോകും. തങ്ങൾ പറഞ്ഞു, ഒരുപാട് നമ്മൾ കണ്ണുകൊണ്ട് കണ്ടു, ഇനി ഇതാ നടക്കാൻ പോകുന്നതിനെ പറ്റി നബി തങ്ങൾ പറയുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ മൽഹമത്തുൽ കുബ്ര, അതിനാണ് ഹർമജദൂൻ യുദ്ധം എന്ന് പറയുന്നത്. ഈ സംഭവത്തെ കുറിച്ചാണ്. ഹർമജദൂൻ, മഅറഖത്ത് ഹർമജദൂൻ. ആ യുദ്ധം നടക്കുമ്പോൾ അത് യൂറോപ്പുമായി, അമേരിക്കൻ രാജ്യങ്ങളുമായുള്ള ഒരു യുദ്ധമാണ്. നബി തങ്ങൾ പറയട്ടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുസ്ലിമീങ്ങളും യൂറോപ്പ് രാജ്യങ്ങളും തമ്മിലുള്ള പരസ്പര ധാരണയിൽ ഒപ്പുവെച്ചിരിക്കുന്ന ഒരു കാലമുണ്ടാവും. ആ കാലമാണ് ഇപ്പോഴത്തെ കാലം. അവരുമായി ധാരണയിൽ ഒപ്പിലാണ്, അവരുമായി ഉടമ്പടിയുണ്ട്, അവരുമായി നമുക്ക് കോൺട്രാക്റ്റുകളുണ്ട്.
അതിനുശേഷം മുസ്ലിമീങ്ങൾ യൂറോപ്പുമായി സഹകരിച്ച്, അമേരിക്കയെ യൂറോപ്പുമായി സഹകരിച്ച് ഒരു ശത്രുവിനെതിരെ സഖ്യരാജ്യങ്ങളായി മുസ്ലിം രാജ്യങ്ങളും യൂറോപ്പും അമേരിക്കയും തമ്മിൽ യുദ്ധം നടക്കാൻ പോകുന്നു. ആ ശത്രു ആരാണ്? ഒരുപക്ഷെ ഈസ്റ്റേൺ രാജ്യങ്ങളിലാണ്, അറിയില്ല, ആരാണെന്നറിയില്ല, ആർക്കെതിരെയാണെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ അവർ വിജയം വരിച്ച് യൂറോപ്യരും അമേരിക്കയും മുസ്ലിം രാജ്യങ്ങളും ഒരുമിച്ച് നിന്ന് ഒരു ശത്രുവിനെതിരെ പടപൊരുതി കടന്നു വരുമ്പോൾ, ആ യുദ്ധം വിജയിച്ചു വരുമ്പോൾ യൂറോപ്പ് അമേരിക്കൻ സൈന്യങ്ങളിൽപ്പെട്ട ഒരാൾ ഒരു കുരിശുയർത്തിപ്പിടിക്കുകയും ഇതാ കുരിശിന്റെ വിജയമാണിത് എന്ന് പറയുകയും ചെയ്യുമ്പോൾ മുസ്ലിമീങ്ങളിൽ ഒരാൾ ആ മനുഷ്യനെ താഴെയിടും. അവിടെ ഒരു വധം നടക്കും, കൊലപാതകം നടക്കും. തന്റെ മതത്തെ അവർ ചീത്ത പറഞ്ഞോ, തന്നെ നിസ്സാരപ്പെടുത്തിയോ എന്ന തോന്നലിൽ നിന്നാണ് അതുണ്ടാകുന്നത്. ആ ഒരു മരണം നടക്കുമ്പോൾ ഇത് കുരിശുകൊണ്ടുണ്ടായ വിജയമാണെന്ന് പറഞ്ഞ മനുഷ്യൻ അവിടെ മരിക്കാനിട വരുമ്പോൾ അത് യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കൻ രാജ്യങ്ങളും ഇസ്ലാമിക രാജ്യങ്ങൾക്കെതിരെയുള്ള ഒരു യുദ്ധത്തിന് അവിടെ ആക്കം കൂടുകയാണ്. അതിനെയാണ് അൽ മൽഹമത്തുൽ കുബ്ര, ഏറ്റവും വലിയ യുദ്ധമെന്ന് നബി തങ്ങൾ പറയുന്നത്. സ്വഹീഹ് മുസ്ലിമിലാണ് ആ ഹദീസ് കിടക്കുന്നത്. ലാ തഖൂമുസ് സാഅ, അന്ത്യനാൾ നടക്കുന്നതിന്റെ മുമ്പ് നിങ്ങൾക്ക് കാണാം, ഹത്താ യൻസിലർ റൂമു ഫിൽ അമാഖ് ഔ ബിദാബിഖ്, ദാബിഖിലോ അമാഖിലോ, അത് ഹദീസ് കേട്ട സ്വഹാബിയുടെ സംശയമാണ്. നബി തങ്ങൾ ദാബിഖ് എന്ന് പറഞ്ഞോ അമാഖ് എന്ന് പറഞ്ഞോ അറിയില്ല. ദാബിഖ് ഇന്നത്തെ സിറിയയിലെ ഡമസ്കസിന്റെ അടുത്തുള്ള സ്ഥലത്തിന്റെ പേരാണ് ദാബിഖ്. ദാബിഖിൽ യൂറോപ്യൻ സൈന്യം ഇറങ്ങാതെ അന്ത്യനാൾ നടക്കില്ലെന്ന് ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു. നമ്മൾ അങ്ങോട്ടൊക്കെ എത്തിയെന്ന് തോന്നിപ്പോവാണ്. അവിടുത്തെ ഇപ്പോഴും തീരാത്ത നരനായാട്ട് കാണുമ്പോൾ എങ്ങോട്ടാണ് റബ്ബേ ഇത് പോകുന്നത്? അമേരിക്കൻ സൈന്യം, യൂറോപ്പിന്റെ സൈന്യം ദാബിഖിൽ ഇറങ്ങും. ദാബിഖ് എന്ന് പറയുന്നത് സിറിയയിലെ ഡമസ്കസ് എന്ന നഗരത്തിന്റെ പരിസരമാണ്. നബി തങ്ങൾ പറയുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹത്താ യൻസില റൂമു ബിദാബിഖ് ഫയഖ്റുജു ഇലൈഹിം ജയ്ഷും മിനൽ മദീന, ഡമസ്കസ് കേന്ദ്രമായി താവളമാക്കി വെച്ചിരിക്കുന്ന, ആ ബേസാക്കി വെച്ച സൈന്യത്തിനെതിരെ മദീനയിൽ നിന്നൊരു സൈന്യം വരും. ഇമാം മഹദിയുടെ നേതൃത്വത്തിൽ, ബിഖിയാദത്തിൽ മഹദി മിൻ ഖിയാരി അഹ്ലിൽ അർള്, ഈ ഭൂമിയിലെ ഏറ്റവും നല്ല ആളുകളാണ് ആ സൈന്യത്തിൽ ഉണ്ടാവുക. യൗമഇദിൻ ഫഇദാ തസാഫു, അവർ യുദ്ധത്തിന് സഫ് സഫായി ലൈനായി നിൽക്കുമ്പോ, അതൊരു കവാൽറിയാണ്, അത് കാലാൾപ്പടയാണ്, യുദ്ധത്തിന് റെഡിയായി നിൽക്കുമ്പോ ഖാലത്തിർ റൂം, റോമക്കാര് പറയും, ഖല്ലു ബൈനനാ വ ബൈനല്ലദീന സുബൂ മിന്നാ നുഖാതിലുഹും. ഈ റോം എന്ന് പറഞ്ഞ വാക്കിനർത്ഥം യൂറോപ്യൻസ്, അമേരിക്കൻസ് എന്നാണ്. അവര് പറയും, റോമക്കാര് പറയും, ഞങ്ങളുടെ ഇടയിൽ നിന്ന് നിങ്ങളുടെ മതത്തിലേക്ക് മതം മാറിയ ആളുകളെ ഞങ്ങൾക്ക് തിരിച്ചു വേണമെന്ന് അവര് വിളിച്ചു പറയും എന്ന് ഹബീബുനാ റസൂലുള്ളാഹ്. ആ വലിയ യുദ്ധം നടക്കുമ്പോൾ ഒരുപാട് ആളുകൾ, യൂറോപ്പ് അമേരിക്കൻ വംശജരായ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരും എന്നതിൽ സൂചനയുണ്ട്. ഒരുപാട് ആളുകൾ വരും, അവരെ ചൊല്ലിയാണ് യുദ്ധം നടക്കുക. ഞങ്ങളെന്ന മതം മാറിയ ആളുകളെ ഞങ്ങൾക്ക് തിരിച്ചു വേണം എന്നവർ പറയും. അങ്ങനെ പറയുമ്പോ മുസ്ലിമീങ്ങളായ ആളുകൾ, ഫയഖൂലുൽ മുസ്ലിമൂൻ, സ്വഹീഹ് മുസ്ലിമിലെ ഹദീസാണിത്, പ്രബലമായ ഹദീസാണ്. മുസ്ലിമീങ്ങൾ അതിന് മറുപടി കൊടുക്കും, ലാ വല്ലാഹ് ലാ നുഖല്ലി ബൈനകും വബൈന ഇഖ്വാനിനാ, അവർ ഞങ്ങളുടെ സഹോദരന്മാരാണിപ്പോ. യൂറോപ്യരാണ് അവര്, അമേരിക്കൻസ് ആണ്, പക്ഷെ അവർ മുസ്ലിമീങ്ങളാണ്, അതുകൊണ്ട് ഞങ്ങൾ അവരെ നിങ്ങൾക്ക് വിട്ടുതരില്ല എന്ന് പറയും. ഫയുഖാതിലൂനഹും, അതിന്റെ പേരിൽ റോമക്കാരും മുസ്ലിമീങ്ങളും തമ്മിൽ ഒരു യുദ്ധം നടക്കും. ഫയൻഹസിമു സുലുസുൻ, അതിൽ 1/3 പിന്തിരിഞ്ഞോടും. മുസ്ലിം സൈന്യത്തിലെ 1/3 പിന്തിരിഞ്ഞോടും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആ പിന്തിരിഞ്ഞോടുന്ന കഥ പറയുന്നുണ്ട്. അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്നാണ് അത്ര ഇതിനർത്ഥം. കാരണം വേറൊരു ഹദീസ് ഉണ്ട്, യസീർ ഇബ്നു ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സംഭവം സ്വഹീഹ് മുസ്ലിമിലുണ്ട്. ഹാജത്ത് റീഹുൻ ഹംറാ ഫിൽ കൂഫ, കൂഫയിൽ ഒരു ചമന്ന കാറ്റടിച്ചു വന്ന്, റിയാഹുൻ ഹംറാ, ചമന്ന കാറ്റടിച്ചു ഇറാഖിന്റെ കൂഫയിൽ. അപ്പോഴാണ് ഫജാഅ റജുലുൻ ലൈസ ലഹു ആദ, അവിചാരിതമായി അപ്രതീക്ഷിതമായി ഒരാൾ അവിടെ ഓടിയെത്തി. എന്നിട്ട് പറഞ്ഞു, ഇബ്നു മസ്ഊദ്, ഇബ്നു മസ്ഊദേ, ജാഅത്തിസ് സാഅ, ജാഅത്തിസ് സാഅ, ഖിയാമത്ത് നാൾ വന്നു, ഖിയാമത്ത് നാൾ വന്നു ഇബ്നു മസ്ഊദേ, ചമന്ന കാറ്റ് ഞാൻ കണ്ടു എന്ന് ഓടി വന്നപ്പോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കിടക്കാണ്. ഫഖഅദ, മഹാനവൾ ചാരിയിരിക്കുകയായിരുന്നു. പെട്ടെന്ന് അങ്ങോട്ട് എഴുന്നേറ്റ് നേരെ ഇരുന്നു. എന്നിട്ട് പറഞ്ഞു, നോക്കണം ആലിമീങ്ങളുടെ അവസ്ഥ നോക്കണം, അവർ പെട്ടെന്ന് ഇടപെടുകയാണ്, അവരെ ഉണരുകയാണ്.
അവരെഴുന്നേറ്റ് നിന്നിട്ട് വിഷയം പറയാൻ, നിങ്ങൾ വിചാരിച്ചതുപോലെയല്ല, അന്ത്യനാൾ നടക്കുന്നതിന്റെ മുമ്പ് ലാ യുഖ്സമ മീറാത്ത്, അന്ത്യനാളിന്റെ മുമ്പ് അനന്തര സ്വത്ത് ഓഹരി വെക്കാത്ത കാലം വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വാപ്പ മരിച്ചിട്ടേ അനന്തര സ്വത്ത് ഓഹരി വെക്കാതെ കൊല്ലങ്ങൾ കഴിഞ്ഞ കേസുകളുണ്ട്. എന്തിന്? സ്വന്തം ആങ്ങളെയും പെങ്ങളും തമ്മിൽ അഗ്രിമെന്റിൽ എത്തിയിട്ടില്ല, ഇപ്പൊ വേണ്ട, ആയിട്ടില്ല, ഒപ്പിടൂല, ഞങ്ങൾക്ക് അത്ര പോരാ, ഇത്ര. അള്ളാഹുവിന്റെ ശറഅ്, ദീനിന്റെ ശറഅ്, ആണോഹരി ഇത്രയാണ്, പെണ്ണിന് ഇത്രയാണ്, ഉമ്മാക്ക് ഇത്രയാ, ഭാര്യയ്ക്ക് ഇത്രയാണെന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ രേഖ ഉണ്ടായിരിക്കെ വാപ്പയുടെ ഉമ്മയുടെ സ്വത്ത് ഓഹരി വെക്കാൻ ഇപ്പോഴും മരണം കഴിഞ്ഞ് കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് അത് ചെയ്യാതിരിക്കുന്ന ആളുകൾ, അതിന്റെ പേരിൽ കശപിശ കൂടുന്നവർ, 4 സെന്റ് ഭൂമിക്ക് വേണ്ടി ചോരബന്ധം മുറിച്ചു മാറ്റുന്നവർ, ഒന്നോർക്കുക, അന്ത്യനാളിന് ഇബ്നു മസ്ഊദ് എന്നവർ പറയാ, നിങ്ങൾ പറഞ്ഞ കൂഫയിൽ കണ്ട ചെമന്ന കാറ്റ് അന്ത്യനാളിന്റെ അടയാളം എന്ന് പറയല്ലേ, കാരണം അതിന്റെ മുമ്പ് അനന്തര സ്വത്ത് ഓഹരി വെക്കാത്തൊരു കാലം വരും, അങ്ങോട്ടൊന്നും എത്തിയിട്ടില്ലല്ലോ എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ഇബ്നു മസ്ഊദ് എന്നവരെ ഈ യുദ്ധത്തിന്റെ കഥ പറയും. റോമക്കാരും മുസ്ലിമീങ്ങളും തമ്മിൽ ആ ഒരു യുദ്ധം നടക്കുമ്പോൾ ഒരുപാട് ആളുകൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാലം വരും. അതാണ് നബി തങ്ങൾ പറയുന്നത്, സൈന്യത്തിന്റെ 1/3 പിന്തിരിഞ്ഞോടും. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ യതൂബുല്ലാഹു അലൈഹിം അബദാ, അല്ലാഹു അവരുടെ പശ്ചാത്താപം സ്വീകരിക്കുകയേ ഇല്ല എന്ന് പറഞ്ഞാൽ, ആ യുദ്ധം നടക്കുമ്പോൾ ഞങ്ങളെ കൊണ്ടാവില്ലേ, ഞങ്ങൾ ഇസ്ലാം എന്ന് പുറത്തു പോവുകയാണെന്ന് പറഞ്ഞ് അവർ ഇസ്ലാം എന്ന് പുറത്തു പോകും. പിന്നെ മുസ്ലിമീങ്ങളിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ അവിടെ തോൽക്കുകയാണ് ഉണ്ടാവുക, അവരവിടെ ഷഹീദാകും. അള്ളാഹുവിന്റെ അടുത്ത് ഏറ്റവും ശ്രേഷ്ഠമായ രക്തസാക്ഷികൾ ഇമാം മഹദിയുടെ നേതൃത്വത്തിൽ മദീനയിൽ നിന്ന് ഡമസ്കസിന്റെ ദാബിഖിൽ ക്യാമ്പ് ചെയ്യുന്ന യൂറോപ്യൻ അമേരിക്കൻ സൈന്യവുമായി യുദ്ധം ചെയ്യാൻ വരുന്ന ആ സൈന്യത്തിൽ നിന്ന് ആ സൈന്യത്താൽ വഫാത്താകുന്ന ഷഹീദാകുന്ന ആളുകൾ അവർ അല്ലാഹുവിന്റെ അടുത്ത് ഏറ്റവും നല്ല രക്തസാക്ഷികളാണ്. 1/3 അല്ലാഹു വിജയം തരും. സൈന്യം 3 വിഭാഗമായി കൂട്ടിയാൽ അതിൽ 1 പിന്തിരിഞ്ഞോടി, 1 മരിച്ചു, ഷഹീദുകളായി, അടുത്തത് അവർക്ക് വിജയം കൊടുക്കും അല്ലാഹു. ലാ യുഫ്തനൂന അബദാ, അവർക്ക് പിന്നെ പരീക്ഷണങ്ങൾ ഉണ്ടാവുകയില്ല. ഫയഫ്തതിഹൂന ഖുസ്തൻതീനിയ, കോൺസ്റ്റാന്റിനോപ്പിൾ അവർ പിടിച്ചടക്കും, തുർക്കിയിലെ കോൺസ്റ്റാന്റിനോപ്പിൾ. ഫബൈനാമാഹും കദാലിക, അവരങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ അവരുടെ വാളുകളെല്ലാം അവർ സൈത്തൂൻ വൃക്ഷങ്ങളിൽ കെട്ടിവെച്ച് വിശ്രമിക്കുമ്പോൾ പിശാച് അവിടെ വിളിച്ചു പറയും. ആരോ ഒരാൾ വിളിച്ചു പറയും, അത് പിശാചാണ്. എന്തു പറയും? ഇന്നൽ മസീഹ ഖദ് ഖലഫകും ഫീ അഹ്ലീകും, മസീഹുദ് ദജ്ജാൽ നിങ്ങളുടെ നാട്ടിലേക്ക് വന്നിരിക്കുന്നു എന്ന് വിളിച്ചു പറയും. മദീനത്ത് വന്നു, അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ വന്നു എന്ന് വിളിച്ചു പറയും. ഇവരെല്ലാവരും തുർക്കിയിൽ നിന്ന്, കോൺസ്റ്റാന്റിനോപ്പിളിൽ നിന്ന് മദീനത്തേക്ക് ഓടും, ഷാമിലേക്ക് ഓടും, തിരിച്ചു വരും. അപ്പൊ മനസ്സിലാവും ഇവർ പറഞ്ഞു നുണയായിരുന്നു എന്ന്. അവർ ഷാമിലേക്ക് തിരിച്ചെത്തുമ്പോഴാണ്, ഡമസ്കസിലേക്ക് തിരിച്ചെത്തുമ്പോഴാണ് മസീഹുദ് ദജ്ജാൽ കടന്നു വരുന്നത് എന്ന് ഹബീബുനാ റസൂലുള്ളാഹ്. ഫബൈനമാഹും യുഅജ്ജൂന ലിൽഖിതാൽ, അവര് മസീഹുദ് ദജ്ജാലിനോട് യുദ്ധം ചെയ്യാൻ വേണ്ടി സഫായി നിൽക്കുകയും ആ നേരത്ത് നിസ്കാരത്തിന് വാങ്ക് കൊടുക്കുന്നു. ഇത് ഉഖീമത്തിസ് സ്വലാ, നിസ്കാരത്തിന് വാങ്ക് വിളിക്കുന്നത് സുബ്ഹി നിസ്കാരമാണ്. ഫയൻസിലു ഈസ ഇബ്നു മറിയം, അവിടെയാണ് ഡമസ്കസിൽ ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം ഇറങ്ങി വരുന്നത്. കന്യാ മറിയമിന്റെ പുത്രൻ, അല്ലാഹുവിന്റെ റസൂലിന്റെ തൊട്ടുമുമ്പ് വന്ന പ്രവാചകൻ ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം ഇന്നവിടെ ഡമസ്കസിലുള്ള അൽ മസ്ജിദുൽ അമവി എന്ന് പറയുന്ന പള്ളിയുടെ മുനാരത്തിലൂടെ കൈപിടിച്ചുകൊണ്ടാണ് 2 മലക്കുകളുടെ തോളിൽ 2 മലക്കുകളുടെ ചിറകുകളിൽ കൈതാങ്ങിക്കൊണ്ട് ആ ഒരു മുനാരത്തിലൂടെ മഹാനവറുകൾ സുബ്ഹി നേരത്തെ ഇറങ്ങി വരുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഇദാ റഅൗഹു അബ്ദുല്ലാഹ് റആഹു അദുവുല്ലാഹ്, മസീഹുദ് ദജ്ജാൽ ഈസ നബിയെ കണ്ടാൽ ഉപ്പ് വെള്ളത്തിൽ ഉരുകുന്ന പോലെ അവൻ ഉരുകാൻ തുടങ്ങും. പക്ഷേ മഹാനായ ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം, ഈസ നബിയുടെ കയ്യാലയാണ് അവൻ ഈസനബിയുടെ വാൾമുനയിൽ മസീഹുദ് ദജ്ജാലിന്റെ ചോര കാണുന്ന വിധത്തിൽ അല്ലാഹു തആല അവനെ വകവരുത്തുന്ന സംഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ മനോഹരമായി വിശദീകരിക്കുന്നു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
നോക്കണം, അള്ളാഹുവിന്റെ ഹബീബ് ഒരു രാജ്യത്തിന്റെ അവസ്ഥയാണ് പറയുന്നത്. ഡമസ്കസിലാണ് ദിമഷ്ക്. കിതാബിലൊക്കെ നമ്മൾ ദിമഷ്ക് ഹദീസിൽ ഒരു സ്ഥലത്ത് കാണാൻ പറ്റും, താരീഖിൽ കാണും. പക്ഷേ പുരാതന കാലത്ത് ദിമഷ്ക് എന്ന് പറയുന്ന രാജ്യമില്ല, അങ്ങനത്തെ ഒരു സ്ഥലമില്ല. പക്ഷെ നബി തങ്ങൾ ഹദീസിലൂടെ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് വലിയൊരു അത്ഭുതകരമായ ഹദീസാണ്. ഇമാം അഹ്മദ് എന്നവര്, അബൂദാവൂദ് എന്നവര്, ഇമാം ഹാക്കിം എന്നവര് മുസ്തദ്റക്കിലൊക്കെ ഉദ്ധരിച്ച ഹദീസുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഫുസ്താത്തുൽ മുസ്ലിമീന യൗമൽ മൽഹമത്തിൽ കുബ്റാ. ലോകമഹായുദ്ധം നടക്കുന്ന സമയത്ത് മുസ്ലിമീങ്ങളുടെ ആസ്ഥാന പ്രദേശം എന്ന് പറയുന്നത് അറബ് രാജ്യങ്ങളിലുള്ള മുസ്ലിമീങ്ങളായിരിക്കണം. അവരുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ഫുസ്താത്തുൽ മുസ്ലിമീന ബിഅർളിൻ യുഖാലു ലഹൽ ഗൗത. ഗൗത എന്ന് പറയുന്ന ഒരു പ്രദേശമാണ്. ഫീഹാ മദീന, അവിടെ ഒരു നഗരമുണ്ട്. യുഖാലു ലഹാ ദിമഷ്ക്, അതിന് ഡമസ്കസ് എന്നാണ് പറയുക. അതിന്റെ അർത്ഥം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഐ അന്നഹു ലം യകുൻ അലാ അഹദിൻ നബിയ്യി മദീനത്തുൻ തുസമ്മാ ദിമഷ്ക് അബദാ. ഹദീസ് പണ്ഡിതന്മാർ പറയാൻ, നബി തങ്ങളുടെ കാലത്ത് ഡമസ്കസ് എന്ന പേരുള്ള നഗരമേ ഇല്ല. അങ്ങനെ ഒരു നഗരമേ നബി തങ്ങളുടെ കാലത്തില്ല. പക്ഷേ തങ്ങൾ പറഞ്ഞു, ലോകാവസാനത്തിന്റെ മുമ്പുള്ള മഹായുദ്ധങ്ങൾ നടക്കുമ്പോൾ മുസ്ലിമീങ്ങളുടെ ആസ്ഥാനം ഡമസ്കസ് തന്നെയാണ്. ദിമഷ്ക് എന്ന പേരുള്ള ഒരു നാട് വരും. നോക്കണം, നബിയുടെ കാലശേഷമാണ് ഡമസ്കസ് എന്ന പേര് വരുന്നത്. അത് നബിയുടെ ഒരു മുഅ്ജിസത്താണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ പറയുന്നു, ഖൈറു മനാസിലിൽ മുസ്ലിമീന യൗമഇദിൻ, മുസ്ലിമീങ്ങൾക്ക് ഏറ്റവും നല്ല നിർഭയത്വമുള്ള നാടും ആ ഡമസ്കസ് ആയിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റോമൻ സൈന്യം മുസ്ലിമീങ്ങൾക്കെതിരെ വരുന്ന സൈന്യത്തിന്റെ പട്ടാളത്തിന്റെ എണ്ണം വരെ പറഞ്ഞു നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ വരുന്നത് തഹ്ത 80 ഗായ, അതായത് റായ 80 കൊടികൾക്ക് കീഴിലാണ് അവർ വരുന്നത്. തഹ്ത കുല്ലി റായത്തിൻ, ഓരോ കൊടിയുടെയും താഴെയുണ്ട് 12,000, 12,000 ആളുകൾ. ഓരോ കൊടിയുടെയും താഴെ 12,000. അങ്ങനെ എത്ര കൊടി? 80 കൊടികൾ ഉണ്ടാകും. ഓരോന്നിന്റെ കീഴിലും 12,000. അങ്ങനെ ഒരു വലിയ സൈന്യമാണ് മുസ്ലിം ഉമ്മത്തിനോട്, ഇമാം മഹ്ദിയോട് പടപൊരുതാൻ വരുന്ന ആ ഒരു സൈന്യമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാ അല്ലാഹ്, അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞ ഈ വസ്തുതകൾ നമ്മുടെ കൺമുമ്പിൽ നടക്കാൻ വലിയൊരു കാലവ്യത്യാസമുണ്ട് എന്ന് തോന്നുന്നില്ല. കോൺസ്റ്റാന്റിനോപ്പിളിന്റെ ഒരു വിഷയത്തെപ്പറ്റി നോക്കണം. അധികാരം എടുക്കുന്നതും കൊടുക്കുന്നതും അള്ളാഹുവാണ്. ഇമാം മഹ്ദിക്ക് അധികാരം നൽകുന്നതും ഈസ നബി അലൈഹിസ്സലാമിനെ അവതരിപ്പിക്കുന്നതും മസീഹുദ് ദജ്ജാലിന്റെ അധികാരം അവസാനിപ്പിക്കുന്നതും അല്ലാഹുവാണ്. ശുദ്ധ ഖുർആൻ ആലി ഇംറാനിൽ പറഞ്ഞ ആയത്ത് എത്ര മനോഹരമാണ്. ഖുലില്ലാഹുമ്മ മാലികൽ മുൽക്ക് തുഅ്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ ബിയദികൽ ഖൈർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹുവേ മാലികൽ മുൽക്കി, അധികാരത്തിന്റെ ഉടമസ്ഥനെ തമ്പുരാനെ, തുഅ്തിൽ മുൽക മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ അധികാരം നൽകുന്നു റബ്ബേ. വതൻസിഉൽ മുൽക മിമ്മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് അധികാരം നീ പിടിച്ചു വാങ്ങുന്നു റബ്ബേ. അധികാരം ആരും കൊടുക്കൂലാണ്, അതുകൊണ്ട് അല്ല പിടിച്ചു വാങ്ങാന്ന് പറയുന്നത്. തൻസിഉ, നീ പിടിച്ചു വാങ്ങാൻ. അവർ കൊടുക്കാൻ റെഡിയല്ല. പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ റെഡിയല്ല, സെക്രട്ടറി സ്ഥാനം രാജിവെക്കാൻ റെഡിയല്ല. അല്ല പിടിച്ചു വാങ്ങാൻ. തൻസിഉ, നീയാണ് പിടിച്ചു വാങ്ങുന്നത്. നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്നും പിടിച്ചു വാങ്ങുന്നവൻ നീയാണ്. വതുഇസ്സു മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ അഭിമാനം നൽകുന്നു റബ്ബേ. വതുദില്ലു മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ നിസ്സാരത നൽകുന്നു റബ്ബേ, അപമാനം നൽകുന്നു. എന്ത് തന്നെയാണെങ്കിലും ബിയദികൽ ഖൈർ, നിന്റെ കയ്യിലാണ് റബ്ബേ നന്മയുള്ളത്. ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ, അധികാരം നൽകുന്നതും എടുക്കുന്നതും ഖൈറാണത്രേ. ഒരാൾക്ക് ഇസ്സത്ത് ലഭിക്കുന്നതും ദില്ലത്തുണ്ടാവുന്നതിലും അല്ലാഹു ജല ഖൈർ വെക്കുന്നു എന്നാണ് നബി തങ്ങൾ പറയുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കോൺസ്റ്റാന്റിനോപ്പിളിനെ പറ്റി നബി തങ്ങൾ പറഞ്ഞത്, ഇമാം മഹ്ദിയുടെ കാലത്ത് നടക്കുന്ന അവസാന യുദ്ധങ്ങൾ, അവസാനത്തേതിന് തൊട്ടു മുമ്പുള്ളത് കോൺസ്റ്റാന്റിനോപ്പിൾ. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് നബിയിൽ നിന്ന് കേട്ടത്. തങ്ങൾ പറയുന്നു സ്വഹാബികളോട്, സമിഅ്തും ബിമദീന, നിങ്ങൾക്കൊരു നഗരം അറിയുമോ?
ജാനിബും മിൻഹാ ഫിൽ ബർരി, ആ രാജ്യത്തിന്റെ ഒരു ഭാഗം കരയാണ്, വജാനിബും മിൻഹാ ഫിൽ ബഹരി, മറ്റൊരു ഭാഗം കടലാണ്. നിങ്ങൾക്കറിയുമോ ഏതാണ് ആ രാജ്യമെന്നറിയുമോ? തുർക്കിയാണത്. ഒരു ഭാഗം കരയാണ്, പിന്നെ കടൽ കടന്ന അക്കരെ യൂറോപ്പിലും ഏഷ്യയിലും തുർക്കിയുണ്ട്. അറിയാലോ, കടലിന്റെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള ഒരു രാജ്യമേതാ നിങ്ങൾക്കറിയുമോ? തങ്ങൾ കണ്ടിട്ടില്ല തുർക്കി, പക്ഷേ നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബികൾ പറഞ്ഞു, സ്വഹാബികൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, നഅം യാ റസൂലല്ലാഹ് സമിഅനാ ബിഹാ, നബിയേ ഞങ്ങൾ കേട്ടിട്ടുണ്ട്, നബിയേ അങ്ങനെ ഒരു രാജ്യമുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. സമിഅനാ ബിഹാ, ഞങ്ങൾ പറഞ്ഞു ലാ തഖൂമുസ്സാഅ, അന്ത്യനാൾ നടക്കുന്നതിന്റെ മുമ്പ് ഹത്താ യഗ്സുഹാ 70000 മിൻ ബനി ഇസ്ഹാഖ്, ഇസ്ഹാഖ് നബിയുടെ വംശപരമ്പരയിൽ വരുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ഫലസ്തീന്റെ ഭാഗത്ത് ജീവിക്കുന്ന ആളുകൾ, അവരിൽ നിന്നും 70,000 ആളുകൾ അടങ്ങുന്ന ഒരു സൈന്യം കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക്, തുർക്കിയിലേക്ക് ചെല്ലാതെ ഒരു യുദ്ധം നടക്കാതെ അന്ത്യനാള് നടക്കില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ അവിടെ ആയുധങ്ങളല്ല ഉപയോഗിക്കപ്പെടുന്നത്, വാളുകളല്ല ആ യുദ്ധത്തിൽ ഉപയോഗിക്കുക. പിന്നെ 2 തസ്ബീഹുകളാണ്, തസ്ബീഹിലൂടെയാണ് വിജയം ഉണ്ടാവുക. കോൺസ്റ്റാന്റിനോപ്പിളിന്റെ യുദ്ധം അങ്ങനെയാണ്, അവിടെ രക്തച്ചൊരിച്ചിലുണ്ടാവില്ല. അവരെ ഫഇദാ ജാഊഹാ, മുസ്ലിം സൈന്യം അവിടെ എത്തുമ്പോൾ നസലു, അവരവിടെ ഇറങ്ങും. ഫലം യുഖാതിലു ബിസിലാഹിൻ വലം യർമു ബിസഹ്മിൻ, വാളോ അമ്പോ അവിടെ ഉപയോഗിക്കുന്നില്ല. ഖാലു, അവർ പറയും ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്നവർ പറഞ്ഞാൽ ഫയസ്ഖുതു അഹദു ജാനിബൈഹ അല്ലദീ ഫിൽ ബഹർ, കടലിന്റെ അക്കരെ കിടക്കുന്ന യൂറോപ്പിന്റെ ഭാഗമായ തുർക്കി മുസ്ലിമീങ്ങൾക്ക് വഴിപ്പെടുകയാണ്. ثم يقولون في الثانية, രണ്ടാമത് പറയും ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് രണ്ടാമത് പറഞ്ഞാൽ കരയിൽ നിൽക്കുന്ന ഭാഗം മുസ്ലിമീങ്ങൾക്ക് കീഴ്പ്പെടുന്നു. മൂന്നാമത് മുസ്ലിമീങ്ങൾ പറയും ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ ഫയുഫറജു ലഹും, മുസ്ലിമീങ്ങളായ ആളുകൾക്ക് സമാധാനപരമായി അങ്ങോട്ട് കടന്നു ചെല്ലാൻ കഴിയും. ഫയദ്ഖുലൂഹാ ഫയഗ്നമു, അവിടെ ഗനീമത്ത് സ്വത്തവർക്കുണ്ടാകും. ഫമൈനമാ ഹും യഖ്തസിമൂനൽ ഗനായിം, യുദ്ധത്തിന്റെ മുതലുകൾ വാർബൂറ്റി അവർ ഓഹരി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരാൾ വിളിച്ചു പറയും മിന്നദ് ദജ്ജാൽ ഖദ് ഖറജ്, ആന്റിക്രൈസ്റ്റ് മസീഹുദ് ദജ്ജാൽ വന്നിട്ടുണ്ടെന്ന് പറയും. ഫയത്റുകൂന കുല്ല ഷൈഇൻ വയർജിഊൻ, അതെല്ലാം അവിടെ ഇട്ടേച്ചവര് ഓടിപ്പോകുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ അള്ളാഹുവിന്റെ ഹബീബ് ഒരുപിടി ഹദീസുകളിലൂടെ പ്രമുഖമായി നടക്കുന്ന പ്രധാന യുദ്ധങ്ങളിലേക്കുള്ള സൂചന നൽകിയിട്ടുണ്ട്. കാലാകാലങ്ങളിൽ സമാധാനം പുലരണമെന്നാണ് നമ്മൾ ദുആ ചെയ്യുന്നത്, അള്ളാഹുവിനോട് നന്മയാണ് നമ്മൾ ചോദിക്കേണ്ടത്. എന്നാൽ ഈ പ്രപഞ്ചത്തിന്റെ യാത്രയുടെ അനിവാര്യതകളായി അള്ളാഹു തആല ഈ ഉമ്മത്തിന് നിശ്ചയിച്ച ചില പരീക്ഷണങ്ങളായി ഇമാം മഹദിയുടെ കാലം അങ്ങോട്ട് ഈസാ നബി അലൈഹിസ്സലാം മഹാനായ ഇമാം മഹദിയിൽ നിന്ന് നേതൃത്വം ഏറ്റെടുക്കുന്ന സമയം വരേക്കും മൽഹമത്തുൽ കുബറ എന്ന് പറയുന്ന ലോക രാജ്യങ്ങൾ ഈ ഉമ്മത്തിനെതിരെ നടത്തുന്ന ഒരു യുദ്ധമുണ്ടെന്ന് പരിശുദ്ധ ഹദീസുകളിൽ രേഖപ്പെട്ട് കിടക്കുകയാണ്. അതൊക്കെ സംഭവിക്കുമ്പോ നമുക്ക് ഓർമ്മ വരണം, ഇതിന്റെ ഹബീബിന്റെ വചനമാണ് ഈ പുലരുന്നത്. ലോക ചരിത്രമോ ലോക രാഷ്ട്രീയ മീമാംസയോ പഠിക്കുന്ന ആളുകൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധയിലേക്ക് വെച്ചുകൊള്ളുക. ഇങ്ങനെയൊക്കെ ചില പരാമർശങ്ങൾ ഇസ്ലാമിക ഡോക്യുമെന്റുകളിൽ ഉണ്ട് എന്ന് ഒന്ന് ഓർമ്മ വെക്കാനെങ്കിലും. അള്ളാഹുവിന്റെ റസൂല് പറയാൻ, ഇമാം മഹദി തങ്ങൾ സുബഹി നിസ്കാരത്തിന് ഡമസ്കസിലെ പള്ളിയിൽ നിൽക്കുമ്പോൾ, ഞാൻ അവസാനിപ്പിക്കുകയാണ്, ആ പള്ളി ഇന്ന് നിലവിലുണ്ട്. ഡമസ്കസിലെ പള്ളി ഇന്ന് നിലവിലുണ്ട്. അൽ മസ്ജിദുൽ അമവി എന്ന് പറയുന്ന പള്ളിയാണ്. പ്രവിശാലമായ 800ഓളം കൊല്ലം പഴക്കമുള്ള ആ ഒരു പള്ളി ഇന്ന് ഇമാം മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിന്റെ വരവിനെ കാത്തു നിൽക്കുകയാണ്. നമ്മുടെ ചർച്ച ഇമാം മഹദിയാണ്. അതുകൊണ്ട് ഈസാ നബിയും മസീഹുദ് ദജ്ജാലിന്റെയും യജൂജ് മഅജൂജിന്റെയും അവിടേക്കൊന്നും നമ്മൾ കടന്നു പോകുന്നില്ല. ആ ഒരു പോയിന്റിൽ നിൽക്കുകയാണ്. ഇമാം മഹദി തങ്ങൾ ഈസാ നബി അലൈഹിസ്സലാം വരുമ്പോ ആ പള്ളിയിൽ നിസ്കാരത്തിന് ഇമാമ് നിൽക്കാൻ കാത്തിരിക്കുകയാണ്. ഇമാമുന മഹദി റളിയല്ലാഹു അൻഹു ഇറങ്ങി വരുന്നു. ഇമാം മഹദി എന്നവരെ സുബഹി നിസ്കാരത്തിന് ഇമാമ് നിൽക്കുമ്പോഴാ ദാ വരുന്നു ഈസാ നബി അലൈഹിസ്സലാം. എന്തൊരു മനോഹരമായിട്ട് നബി തങ്ങൾ വിശദീകരിച്ചതെന്നറിയോ?
ഒത്ത ഹൈറ്റുള്ള ഈസ നബി അലൈഹിസ്സലാം, വെളുപ്പ് ചുവപ്പും കലർന്ന നിറമുള്ള ഈസ നബി അലൈഹിസ്സലാം, മഹാനവറുകളുടെ തലമുടിയിൽ നിന്ന് വെള്ളമുറ്റുന്ന പോലെ, മുത്തുകൾ പോലോത്തത് മുടിയിൽ നിന്ന് ഉറ്റുന്നുണ്ട്. ഈസ നബി കുളിച്ചിട്ടല്ല വരുന്നത്, കുളി കഴിഞ്ഞ് വരുന്ന പോലെ തോന്നും. മഹാനവറുകൾ ആ മുനാരത്തിന്റെ ഭാഗത്തുകൂടെ ഇങ്ങനെ ഇറങ്ങും. ഷർഖിയ ഡമസ്കസിന്റെ കിഴക്കുള്ള, ഇതൊക്കെ നബി പറയുമ്പോ ഡമസ്കസ് എന്ന രാജ്യം, ആ ഒരു നഗരം അന്നില്ലായിരുന്നു എന്ന് മനസ്സിലാക്കണം. പിന്നെയാണ് ഡമസ്കസ് ഉണ്ടാകുന്നത്. അങ്ങനെ ഇറങ്ങി വരും. സുബഹി നിസ്കാരത്തിന്റെ നേരമാണ്. മഹാനായ ഈസ നബി അലൈഹിസ്സലാമിനെ കാണുമ്പോൾ ആളുകൾ തിരിച്ചറിയും. മഹാനായ ഇമാം മഹ്ദി പഠിപ്പിച്ചു കൊടുക്കും, ദാ ഇത് ഈസ നബിയാണ് അലൈഹിസ്സലാം. മഹാനവറുകളെ ഇമാം നിൽക്കാൻ വേണ്ടി പറയും. ഈസ നബിയെ, ഈ നിസ്കാരത്തിന് നിങ്ങൾ ഇമാം നിൽക്കണം. നമ്മൾ അറിയണം, ഈസ നബി അലൈഹിസ്സലാം ഇവിടെ വരുന്നത് പുതിയൊരു മതം സ്ഥാപിക്കുവാനല്ല, അഷ്റഫുൽ ഖൽഖിന്റെ ഹദീസും വിശുദ്ധ ഖുർആനും പഠിപ്പിക്കുവാനാണ്. ഈസ നബി അലൈഹിസ്സലാമിന്റെ ദൗത്യം അതാണ്. നിങ്ങളത് മനസ്സിലാക്കിയിട്ടുണ്ടാകും. മഹാനവറുകളോട് നിങ്ങൾ ഇമാം നിൽക്കണമെന്ന് മഹാനായ ഇമാം മഹ്ദി പറയുമ്പോ ഈസ നബി അലൈഹിസ്സലാം മാറി നിന്നിട്ട് പറയും, ഇല്ല, ഇമാമുക്കും മിൻകും, നിങ്ങളിൽ നിന്നുള്ള ഇമാം നിങ്ങൾക്കായിരിക്കട്ടെ, ഞാനല്ല മുഹമ്മദ് നബിയുടെ ഉമ്മത്തിന് ഇമാം നിൽക്കേണ്ടത്, ഈ ഉമ്മത്തിലെ ആളാണ്. അതുകൊണ്ട് ഇമാം മഹ്ദി നിങ്ങൾ തന്നെ ഇമാമായി നിൽക്കുക എന്ന് പറയുകയും ആ നിസ്കാരത്തിൽ ഈസ നബി അലൈഹിസ്സലാം മഅ്മൂമായി, മഹ്ദി ഇമാമായിട്ടൊരു നിസ്കാരം നടക്കും. അതിന്റെ ശേഷം ഇമാം മഹ്ദിയിൽ നിന്നും അധികാരം മഹാനായ ഈസ നബി അലൈഹിസ്സലാം ഏറ്റെടുക്കുകയാണ്. അങ്ങനെയാണ് തൊട്ടടുത്ത ദിവസമാണ് മസീഹുദ് ദജ്ജാലിന്റെ വധം നടക്കുന്നത്. മസീഹുദ് ദജ്ജാലിനെ കൊല്ലുന്നത്, അവൻ വധിക്കപ്പെടുന്നത് യഖ്തുലുഹു ബിബാബി ലുദ്, ഇന്ന് ഇസ്രായേലിന്റെ എയർപോർട്ട് നിൽക്കുന്ന ഭാഗമാണ് ലുദ്. ബാബ് ലുദ്, ലുദ്ദിന്റെ കവാടത്തിൽ വെച്ചാണ് ഈസ നബി അലൈഹിസ്സലാം മസീഹുദ് ദജ്ജാലിനെ പിടികൂടുക എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓരോ സംഭവങ്ങളും സ്വഹാബത്ത് പറയാൻ നബി തങ്ങൾ ഞങ്ങൾക്കൊരു വാള് പറഞ്ഞു. ഹഫിളഹു മൻ ഹഫിള വനസിയഹു മൻ നസിയ. രാവിലെ തൊട്ട് സ്വർഗവും നരകവും അല്ലാഹു പടച്ചേടം മുതൽ, മനുഷ്യനെ പടച്ചേടം മുതൽ അങ്ങ് ലോകാവസാനം നടന്ന് സ്വർഗവാസികൾ സ്വർഗത്തിലേക്കും നരകവാസികൾ നരകത്തിലേക്കും, അങ്ങനെ അതിനിടയിൽ വരുന്ന ഓരോ ഫിത്നയെ കുറിച്ച് നബി തങ്ങൾ പറഞ്ഞു തന്നു. ആരൊക്കെയാണ് ആ ഫിത്നകൾക്ക് നേതൃത്വം കൊടുക്കുകയെന്നും അയാളുടെ പേരും നാടും വാപ്പയുടെ പേരും നബി തങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ലോകരാജ്യങ്ങളിൽ ഫിത്നകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകളെ ഞങ്ങളത് കേട്ടു, ഞങ്ങളത് അറിഞ്ഞു. ഓർമ്മയുള്ളവർക്ക് ഓർമ്മയുണ്ട്, മറന്നവർ മറന്നു എന്നൊക്കെ മഹാനായ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയുന്ന ദീർഘമായൊരു ഹദീസുണ്ട്. എല്ലാം തങ്ങൾ പറഞ്ഞു, ഒന്നും ബാക്കി വെച്ചില്ല ഹബീബുനാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാണെന്നറിയോ? ഈ ഉമ്മത്ത് എവിടേക്ക് പോകുന്നുവെന്ന് നമ്മുടെ ഭാവി കൃത്യമായും നമ്മുടെ മുമ്പിൽ വിവരിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഈ ജീവിതം കളിച്ചു തീർക്കാനുള്ള ജീവിതമല്ല. ഇത് കളിയും തമാശയുമായി അങ്ങനെയും ജീവിതം തീർക്കാൻ പറ്റും, ഇബാദത്ത് ചെയ്തിട്ടും തീർക്കാം. ഇബാദത്തിലൂടെ ഈ സമയം നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഒരു സെക്കൻഡ് നമുക്ക് തരാൻ ആരെക്കൊണ്ടും ഒരു ഡോക്ടറെ കൊണ്ടും കഴിയും.